നമസ്കാരം. അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകാം. നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ആൾക്കാർ അംഗീകാരം കൊടുക്കത്തില്ല. കാരണം നമുക്കൊരു വില പോലും തരത്തില്ല. KSRTCയുടെ അഹങ്കാരമാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇന്നലെ KSRTC ബസ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മുതൽ പിന്നെ കിളിമാനൂർ റൂട്ടിൽ ആ റോഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്നലെ ഒരു അപകടം ഉണ്ടാക്കി. കാരണം വെച്ചാൽ അമിത വേഗതയിൽ പാഞ്ഞു പോകുന്ന ഒരു ബസ്സാണ്. അതിലിരുന്ന് യാത്രക്കാരൻ വീഡിയോ എടുത്തു. കാരണം ബസ്സിൽ സ്പീഡിൽ പോകണമല്ല, ഈ ഇടയിൽ കൂടെ രണ്ട് സൈഡിലും വണ്ടികളുണ്ടാവും. ഈ വാഹനത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇടിച്ച് തിരക്കിയ ഒരു കേരളമുണ്ട്. അങ്ങോട്ടൊന്ന് ഓടിക്കുന്നു, ഇങ്ങോട്ടൊന്ന് ഓടിക്കുന്നു. അങ്ങനെ ആ പ്രവൃത്തി എവിടം വരെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്കൽ ഇന്ന് കിളിമാനൂരാണെന്ന് തോന്നുന്നു. കിളിമാനൂർ വരെയാണെന്ന് തോന്നുന്നു അതിൻ്റെ സ്റ്റോപ്പ്. അതുവരെയുള്ള ആ റൂട്ടിൽ ആ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഓമന്നൂർ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അപ്പോൾ ആദ്യം തന്നെ കണ്ടക്ടറോട് ഈ യാത്രക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ ഡ്രൈവറോട് വണ്ടി ഒന്ന് ലേശം മര്യാദയ്ക്ക് ഒതുക്കി വിടാൻ പറയുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോൾ ആദ്യം ഒന്ന് ചിരിച്ചപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു, ഞങ്ങൾക്കൊന്നും വിഷയമില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ആദ്യം KSRTC ഡിപ്പോയിൽ അവിടെ മേലധികാരികൾക്ക് വിളിച്ചു പറഞ്ഞു, നടപടി ഉണ്ടായില്ല. പിന്നെ ഇവരോട് തന്നെ മറ്റേ സ്റ്റാഫുകളോട് പറഞ്ഞു, നടപടി ഉണ്ടായില്ല. ലാസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ജംഗ്ഷനിൽ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു പേരാണ് ഇതിൽ പറയുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണാം. അവിടെ എത്തിയപ്പോൾ ഒരു ബൈക്ക് മുന്നിൽ പോകുന്നുണ്ട്. ആ ബൈക്ക് മെല്ലെ തിരിയാനായിട്ട് അടുത്ത റൈറ്റ് സൈഡിലുള്ള റോഡിലോട്ട് തിരിയാനായിട്ട് മെല്ലെ സ്ലോ ആക്കിയതോടുകൂടി ഇത് ബാക്കിൽ പോയിട്ട് ആ ബൈക്കുകാരനെ ഇടിച്ചു. കാരണം അയാൾ വീണോ ഇല്ലെന്നുള്ള അറിയത്തില്ല. പക്ഷേ അയാൾ മുന്നിൽ വണ്ടിയായിട്ട് വിലങ്ങ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഡ്രൈവറോട് ചൂടാകുന്നുണ്ട്. കാരണം പോക്കൃത്തരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, KSRTC ആയാലും പ്രൈവറ്റ് ആയാലും ഇത്ര അധികാരം പാടില്ല. പൊതുവെ അങ്ങനെയാണല്ലോ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ തനിക്കുണ്ടായ ഒരു ദുരനുഭവം വിശദീകരിക്കുന്നു. ഈ ബസ് അപകടത്തിൽപ്പെടുമെന്ന് മുൻകൂട്ടി ജീവനക്കാരെ അറിയിച്ചിരുന്നു. ജീവനക്കാർ ചെവി കൊണ്ടില്ല. തുടർന്ന് അദ്ദേഹം KSRTC അധികൃതർക്ക് വാട്സപ്പ് വഴി പരാതി നൽകിയിരുന്നു. അതിനുശേഷം ഈ KSRTC ബസ് അപകടത്തിൽപ്പെടുന്നു. ഈ അപകടകരമായ രീതിയിൽ ഈ ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ ഈ യാത്രക്കാരൻ പകർത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ ബസ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ പുറത്തുവിടുന്നു. ഒപ്പം തന്നെ ഈ യാത്രക്കാരൻ തന്നെ ആ സംഭവം ഒന്ന് വിശദീകരിക്കുന്നു. ഒന്ന് പറയാമോ? ഞാനൊരു 4:45 ഈ ബസ് കയറി. കച്ചേരിയിടന്നാണ് കയറിയത്. കച്ചേരിയിടന്ന് കയറിയപ്പോഴത്തേക്കും വണ്ടി ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിൽ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്ക് സ്പീഡ് പ്രശ്നമില്ല. ഇത് എത്തുന്ന തിരിക്കുന്ന വേറെ വണ്ടിയുടെ ഇടയിൽ വെട്ടുന്ന. അപ്പം നമ്മുടെ ബോഡി ഒന്ന് മുകളിലത്തെ സീറ്റ് ഇരിക്കുക. ആലങ്കോട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ തലയൊന്നും ഇടിച്ചു. അപ്പൊ ഞാൻ കണ്ടക്ടറെ വിളിച്ചു. ലേഡി ആയിരുന്ന കണ്ടക്ടർ. ഞാൻ വിളിച്ചിട്ട് മേഡത്തിനടുത്ത് പറഞ്ഞ്, മേഡം ഒന്ന് വണ്ടി വളരെ മാന്യമായിട്ടൊന്ന് ഓടിക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞ് ചിരിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, വണ്ടി മാന്യമായിട്ട് ഓടിക്കണം, അല്ലേ പരാതി കൊടുക്കും. അപ്പം പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുത്തോളാം പറഞ്ഞു. പരാതി കൊടുത്തോളാൻ പറഞ്ഞത് ഈ ബസ്സിന്റെ രീതി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപകടം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം വീഡിയോ എടുത്ത് അത്രയും ലോങ് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ കട്ട് ചെയ്തു. കറക്റ്റ് പോങ്ങനാട് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് ഈ വണ്ടി ഒരു സ്കൂട്ടറിലാണ് എടുത്തു. അതായത് പോങ്ങനാട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 റോഡ് വരുന്ന സ്ഥലമാണ്. ഇപ്പം 3 റോഡ് വരുന്ന സ്ഥലം ആകുമ്പോഴത്തേക്ക് ഒരു വണ്ടി അവിടെ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. പോങ്ങനാടുന്ന് കാറ്റിയന്ത റോഡിൽ നിന്ന് പോങ്ങനാട് വന്നിറങ്ങുമ്പോൾ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. ആ സ്പീഡ് ബ്രേക്കർ ഫ്രണ്ട് കൊടുത്തിട്ട് ബാക്ക് കൊടുത്തിട്ട് ചെന്ന് ഒരു പാവപ്പെട്ട സ്കൂട്ടർ തിരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ചെന്ന് ഒരൊറ്റ ഏരിയ അടിച്ചു കൊടുത്തു. അമ്പോഴും വീണ്ടും നെഞ്ചി ഒന്ന് നേരെ സീറ്റിലങ്ങനെ. അപ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ ഈ ഇടിച്ച് വണ്ടി ആക്സിഡന്റ് ആയി നിൽക്കുന്നത് വീഡിയോ എടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞ്, ഈ ലേഡി പറഞ്ഞ്, എന്തിനെന്റെ വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, നിങ്ങളെ കൃത്യനിർവഹണം വീഡിയോയിൽ പകർത്താൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട്, അതിനുള്ള സർക്കുലർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെ കിടന്നങ്ങ് ദേഷ്യപ്പെടുന്നു. ഡ്രൈവർ വണ്ടി ഇടിച്ച വീഡിയോ എടുത്ത് വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ എടുത്ത് മറ്റേ ഡിപ്പോയുടെ നമ്പർ എടുത്ത് എല്ലാം എടുത്ത്. ഏതായാലും യാത്രക്കാരൻ തനിക്കുണ്ടായ ആ ദുരനുഭവം പരാതിപ്പെടുകയും ഈ പരാതിപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ അടക്കമാണ് ഈ ഒരു വാർത്ത വിജ്ഞാനസ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ പരാതിക്കാരൻ പറയുന്നത്, ആദ്യം ആലങ്കോട്, ഏകദേശം ആറ്റിങ്ങലിൽ നിന്ന് ആലങ്കോട് എത്തുന്നതിന് മുന്നിൽ തന്നെ അദ്ദേഹം പരാതി KSRTC കണ്ടക്ടർക്കോട് പറയുകയും
തുടർന്ന് ഡ്രൈവറെ അറിയിക്കുകയും ചെയ്തെങ്കിൽ അവർ അത് ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു, അലക്ഷ്യമായി ഓടിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. എന്തിനാണ് ഇങ്ങനെ സർവീസ് നടത്തുന്നത്? കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സിക്ക് ദുഷ്പേരുണ്ടാക്കരുത്. കെ എസ് ആർ ടി സി നിങ്ങൾ മര്യാദ രീതിയിൽ ബസ് ഓടിച്ച് പോവുക. കാരണം നിങ്ങൾ സ്പീഡിൽ പോയിക്കോ, സ്പീഡിൽ പോകുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ ഈ വളഞ്ഞു കുളഞ്ഞുള്ള ഈ പാമ്പ് കയറുന്ന പോലുള്ള കയറലുണ്ടല്ലോ, അത് വളരെ ഡേഞ്ചറാണ്. എന്നിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തല അവിടെ സീറ്റിന്മേൽ അവിടെ സീറ്റിൽ ഇടിച്ചു, സീറ്റിൻ്റെ കമ്പിയിൽ ഇടിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഗതി കെട്ടിട്ടാണ് ഈ കണ്ടക്ടറെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ചിരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കംപ്ലൈൻറ്റിൻ്റെ വക്കത്തോട്ട് പോകുന്നത്. അങ്ങനെ എന്തായാലും സംഭവം ഒരു ബൈക്കിലടിച്ച് അവിടുന്ന് നാട്ടുകാർ തടുക്കുന്നു. പിന്നെ ബൈക്കുകാരൻ മുന്നിൽ കയറി, ബൈക്കുകാരൻ ഇയാളോട് ഡ്രൈവറോട് എന്തൊക്കെ പറയുന്നുണ്ട്, ചൂടായി പറയുന്നുണ്ട്. കാരണം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇത് അറിവില്ലായ്മയൊന്നുമല്ല, ബസ് ഓടിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രേക്കില്ലാതെ പോയി തട്ടിയതൊന്നുമല്ല. നല്ല ബ്രേക്കുള്ള വണ്ടിയാണ്, ഓടിക്കാൻ അറിയുന്ന ഡ്രൈവറുമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വളഞ്ഞു കുളഞ്ഞ് പോകണം, വേഗത്തിലെത്തണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഇത് അപകടത്തിൽ പെടുന്നുള്ളത് ഇയാൾ വിളിച്ച് പറഞ്ഞാണ്. പക്ഷേ അതിനെ പറ്റിയിട്ടൊന്നും നടപടി ഉണ്ടായില്ല. ലാസ്റ്റ് ഇപ്പം എന്തായി, ആ ബൈക്കേ തട്ടി. ബൈക്കുകാരൻ ഇനി പരിക്കുണ്ടോ? ബൈക്കുകാരന് പരിക്കൊന്നും കാണില്ല. അയാൾ ബൈക്കായിട്ട് തിരിച്ച് അവിടെ നിൽക്കുകയാണ്. എവിടെ? അങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പം മെല്ലെ പോയിട്ട് തരിട്ടിട്ടുണ്ടാവും. അവിടെ ആ സ്റ്റോപ്പ് എത്തുമ്പോൾ 3 കൂടി ജംഗ്ഷനാണ്, 3 കൂടി റോഡുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സ്ലോ ആക്കിയിട്ടുണ്ടാവും. പക്ഷേ സ്ലോ ആക്കിയ സമയത്ത് മുന്നിലത്തെ ബൈക്ക് ബസ്സുകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. ആര്? കെ എസ് ആർ ടി സി ഡ്രൈവർ. അങ്ങനെ പോയി തട്ടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ആരാണിപ്പം ഗതാഗത മന്ത്രി എന്നൊരു പിടിയില്ല. ഗണേഷ് കുമാർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഗണേഷ് കുമാർ അല്ലെന്ന് തോന്നുന്നു. ഗണേഷ് കുമാറിൻ്റെ ഒരു വർത്തമാനം ഇപ്പോൾ കേൾക്കുന്നില്ല. ഇനി ആരെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഒക്കെ നോക്കണം. അല്ല പോലീസോ ഇതൊക്കെ കറക്റ്റായിട്ട് കേസ് എടുക്കുക തന്നെ വേണം. കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിയുടെ അവിടുത്തെ കമ്മീഷണർക്ക്, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആളുണ്ട്, അവർക്കും ഒരു പരാതി കൊടുക്കണം. അതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പ്രൈവറ്റ് ബസ്സുകാരാണ് ആദ്യം ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നില്ല. എന്നാലും ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വല്ലപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലാതിരിക്കത്തില്ല. പക്ഷേ ഇതിപ്പോൾ കെ എസ് ആർ ടി സിൻ്റെ പറയാൻ കാരണം ഇങ്ങനൊരു കെ എസ് ആർ ടി സിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്നല്ല, അത് അടികൊള്ളാത്ത കേട് തന്നെയാണ്. അഹങ്കാരം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരി, എന്നാൽ വീഡിയോ നിർത്തുന്നു. ബൈ. ഓക്കെ.